നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിന്ദു പത്മനാഭന് സംഭവിച്ചതെന്താണ്? ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ കൈമാറിയത് ഒരു വീട്ടമ്മയാണ്. ഈ വീട്ടമ്മയുടെ അയൽവാസിയാണ് ഫ്രാങ്ക്ലിൻ. ബിന്ദു പത്മനാഭന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചുവെന്നറിയുവാൻ ഈ വീട്ടമ്മ ഇയാളെ കോൺടാക്ട് ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് ഫ്രാങ്ക്ലിന് ബിന്ദു പത്മനാഭനെ അറിയാമെന്നും കുറച്ചുനാൾ അവരുടെ വീട്ടിൽ പോയി സഹവസിച്ചിരുന്നുവെന്നും പറഞ്ഞത്. ബിന്ദു നന്നായി മദ്യപിക്കുന്ന ഒരു സ്ത്രീയാണ്. ഞങ്ങളോടൊപ്പം ഇരുന്ന് മദ്യപിച്ചിരുന്നു. കൊള്ളില്ലാത്ത സ്ത്രീയായിരുന്നു എന്നൊക്കെയാണ് തന്നോട് പറഞ്ഞത്. അവരെ കാണാനില്ലല്ലോ എന്ന് ഈ വീട്ടമ്മ ചോദിച്ചപ്പോൾ അവളൊക്കെ ചത്തുപോയി എന്നായിരുന്നു മറുപടി. കൂളായി തന്നെ അവൾ ചത്തുപോയി എന്ന് തന്നോട് പറഞ്ഞു. എങ്ങനെ ചത്തുപോയി എന്ന് ചോദിക്കുമ്പോൾ അവളെ കൊന്നതാണെന്ന് ഇയാൾ മറുപടി നൽകി. ആര് കൊന്നുവെന്ന് ചോദിക്കുമ്പോൾ അത് നല്ല കരുത്തുള്ള ആമ്പിള്ളേര് കൊന്നുകളഞ്ഞു. അപ്പോഴും ഇത് ആരാണെന്ന് തനിക്ക് അറിയില്ല. ഇത് കേട്ട് താൻ പോന്നു. പക്ഷേ പുറത്തു വന്ന വാർത്തകളൊക്കെ വെച്ചുകൊണ്ട് ഇയാളെ ഞാൻ സംശയിക്കുവാൻ തുടങ്ങി. എന്നോട് പറഞ്ഞ കാര്യം മറ്റുള്ളവരും ഉദ്യോഗസ്ഥരും എത്രത്തോളം വിശ്വസിക്കുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. ആ ഭയം കൊണ്ടാണ് താൻ ആദ്യമൊന്നും പറയാതിരുന്നത്. ഒരു തെളിവില്ലാതെ ഇത് പുറത്തു കൊണ്ടുവരുവാൻ കഴിയില്ല. ഏറ്റവും ഒടുവിലാണ് സോഡ പൊന്നപ്പൻ അയൽവാസിയായ കടക്കരപ്പള്ളി സ്വദേശി ശശികലയോട് ഇത് വെളിപ്പെടുത്തുന്ന ഓഡിയോ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുള്ളത്. സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്ന് പള്ളിപ്പുറത്തെ വീട്ടിലെ ബാത്റൂമിനുള്ളിലാണ് ഈ കൊലപാതകം നടപ്പിലാക്കിയതെന്നാണ് ഇവർ വെളിപ്പെടുത്തിയത്. ഇവർ 3 പേരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാണ്. സോഡ പൊന്നപ്പനാണ് ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ബിന്ദു പത്മനാഭനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇവരെ 2 പേരെയും ചോദ്യം ചെയ്താൽ പല സത്യങ്ങളും പുറത്തുവരും. ഇവർ വട്ടായി അഭിനയിക്കുന്നുണ്ട്. എനിക്ക് അറിയാൻ വയ്യ എന്നൊക്കെയാണ് പറയുന്നത്. ക്രൈംബ്രാഞ്ച് പലതവണ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ബിന്ദു പത്മനാഭൻ എന്നൊരു പേരെ അവർ കേട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഫ്രാങ്ക്ലിൻ പല ആവർത്തി തന്നോട് പറഞ്ഞിട്ടുണ്ട് സെബാസ്റ്റ്യൻ അവിടെ ചെന്നിരുന്നുവെന്ന്. ഇയാളും പള്ളിപ്പുറത്തെ വീട്ടിൽ പോകുന്ന ഒരാളായിരുന്നു. താൻ ഒരൊറ്റ പ്രാവശ്യമേ ഈ സെബാസ്റ്റ്യൻ അവിടെ നിൽക്കുന്നതായി കണ്ടിരുന്നുള്ളൂ. ആ സമയത്തൊരു മുഷിഞ്ഞ വേഷധാരിയായിട്ടാണ് ഇയാളെ കണ്ടത്. ഏതോ ഒരു യാത്രയ്ക്ക് കഴിഞ്ഞു വന്നതുപോലെയായിരുന്നു തനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഈ ബിന്ദുവിന്റെ തിരോധാനത്തിന് ശേഷമാണ് ഇയാളെ ഇവർ നേരിൽ കണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും ഈ സെബാസ്റ്റ്യൻ ആണോ ഇത് എന്ന് അവർക്ക് വ്യക്തമല്ലായിരുന്നു. ഈ സെബാസ്റ്റ്യൻ പോയതിനു ശേഷം ഇയാൾ എന്താ വീട്ടിലേക്ക് കയറാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് മട്ടാഞ്ചേരിയിലുള്ള സ്ഥലം ബ്രോക്കറാണ് എന്നായിരുന്നു മറുപടിയായി നൽകിയത്. ഇയാൾക്ക് പിന്നെ മട്ടാഞ്ചേരി ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരത് ആ സമയത്ത് കാര്യമാക്കിയില്ല. പിന്നീടാണ് ഇയാളുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ മനസ്സിലായി തുടങ്ങിയതെന്ന് ഇവർ പറയുന്നു. ഇതോടെ ഇയാളുമായുള്ള ബന്ധമൊന്നും പാടില്ലെന്ന് തന്റെ ഭർത്താവിന് വരെ താൻ വിലക്കി. ഞങ്ങളെ ഭയപ്പെടുത്തുവാനായി സ്വന്തം വളർത്തു പൂച്ചയെ ഇയാൾ ഇരുമ്പ് വടികൊണ്ട് അടിച്ചു കൊന്ന് പ്രദർശിപ്പിച്ചുവെന്നും ഇവർ പറയുന്നു. അടിയേറ്റ പൂച്ച കറങ്ങി വീഴുന്നതും പിടഞ്ഞ് എഴുന്നേൽക്കുന്നതുമൊക്കെ ഇയാൾ ഇത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ പൂച്ചയുടെ ശരീരം മറവ് ചെയ്യുവാനായി ഇവരുടെ ഭർത്താവിനെ തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു. സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും തമ്മിൽ പണമിടപാടൊക്കെ ഉണ്ടായിരുന്നു. ഈ ബിന്ദു പത്മനാഭന്റെ പ്രോപ്പർട്ടി വിറ്റിരുന്നുവെന്നും മയക്കുമരുന്ന് കൊടുത്താണ് കൊലപ്പെടുത്തിയതെന്നും ഈ സോഡ പൊന്നപ്പൻ പറയുന്നു. ഈ വിഷയം അറിഞ്ഞതിനു ശേഷം ഉറങ്ങുവാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് ഇവർ പോലീസിൽ ജോലി ചെയ്തിരുന്ന സഹോദരനോട് ഇക്കാര്യം പറയുന്നത്. ഒടുവിൽ സഹോദരനാണ് ഇത്തരത്തിൽ ഒരു വോയിസ് ക്ലിപ്പ് ക്രൈംബ്രാഞ്ചിൽ കൈമാറിയത്. 4 വർഷം മുമ്പായിരുന്നു ഈ ശശികലയോട് സോഡ പൊന്നപ്പൻ സംസാരിച്ചത്. ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. ഈ സ്ത്രീയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് ബിന്ദുവിനെ എങ്ങനെയാണ് ഇല്ലാതാക്കിയതെന്ന് പൊന്നപ്പൻ പറയുന്നതാണ് ഈ ശബ്ദരേഖയിലുള്ളത്. ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വിൽക്കുവാൻ വേണ്ടി സെബാസ്റ്റ്യനും സുഹൃത്തിനും താനാണ് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് ഇയാൾ പറയുന്നുണ്ട്. ബിന്ദുവിന്റെ കയ്യിൽ പണമുണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടി സെബാസ്റ്റ്യനും സുഹൃത്തും അവിടുത്തെ സ്ഥിരം സന്ദർശകരായി. അവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു. ബിന്ദുവിനെ സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് ലഹരി നൽകി മയക്കിയ ശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നും ഈ ശബ്ദരേഖയിലുണ്ട്. ഒരു ദിവസം വൈകിട്ട് തന്നെ കാണുവാൻ സെബാസ്റ്റ്യൻ വന്നിരുന്നു. അന്ന് സെബാസ്റ്റ്യന്റെ മുഖത്ത് ബിന്ദു തല്ലിയതിന്റെ പാടുമുണ്ടായിരുന്നു. എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിരുന്നുവെന്നും പൊന്നപ്പൻ പറയുന്നു. ഇതിനിടെ ഈ സ്ത്രീകളെ തിരോധാനത്തിൽ ഏറ്റവും ഒടുവിലായി ജൂലി എന്നൊരു പേര് ഉയർന്നു വരികയാണ്. പള്ളിപ്പുറത്തെ വീട്ടിൽ സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ കുറച്ചുനാൾ ഈ മകനൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയാണ് ഈ ജൂലി. റോസമ്മയുടെ അടുത്ത ബന്ധുവെന്നാണ് നാട്ടുകാരോടെല്ലാം തന്നെ ഇവർ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ ജൂലിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഈ ജൂലി ഇപ്പോൾ എവിടെയാണ്? ഇവർക്ക് എന്താണ് സംഭവിച്ചത്? ഇവർ ജീവനോടെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയർന്നത്. റോസമ്മയുടെ കുടുംബവുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്ന നൌഷാദിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ കൂടുതൽ തിരോധാനത്തിലൊക്കെ വിരൽ ചൂണ്ടുകയാണ്. റോസമ്മയെ സംശയ നിഴലിൽ നിർത്തുന്നതാണ് നൌഷാദിന്റെ തുറന്നു പറച്ചിൽ. റോസമ്മ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും ഐഷയ്ക്ക് സ്ഥലം വാങ്ങി നൽകിയതും വിറ്റതും ഈ റോസമ്മ ഇടപെട്ടാണെന്നും നൌഷാദ് പറയുന്നു. ഈ റോസമ്മയെ പോലെ തന്നെ സെബാസ്റ്റ്യനുമായി അടുത്ത സൗഹൃദവും ആ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നുവെന്ന് റോസമ്മയെ പോലെ തന്നെ എല്ലാം അറിയുന്ന ഒരാൾ കൂടിയാണ് ഈ ജൂലി എന്നാണ് നൌഷാദ് പറയുന്നത്. ഹോളി ഫാമിലി സ്കൂളിൽ പഠിക്കുന്ന ഒരു മകൻ ഇവർക്കുണ്ടായിരുന്നു. ഐഷയുടെ തിരോധാന സമയം മുതൽ ജൂലി ഇവിടെ ഉണ്ടായിരുന്നു. 2 വർഷങ്ങൾക്കിപ്പുറം ഈ ജൂലി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ല.
റോസമ്മ പോലും അങ്ങനെ ഒരു സ്ത്രീയോ കുട്ടിയോ അവിടെ താമസിച്ചിരുന്നത് ഒരു മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന രഹസ്യമാണ്. ഇവിടെയൊക്കെ വന്ന് താമസിച്ചുകൊണ്ടിരുന്നത് ജൂലിയുടെ ഭർത്താവാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇയാളെ ഇതുവരെ ആരും നേരിട്ട് കണ്ടിട്ടുമില്ല. ഈ ജൂലിയും മകനും എവിടെ എന്നതിൽ വ്യക്തത വരണമെന്നാണ് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇതിനിടെ തന്നെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണെന്നൊക്കെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനാ ഫലത്തിലാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണമുണ്ടായത്. ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിന് കൂടുതൽ ബലം പകർന്ന ഒരു തെളിവാണിത്. സെബാസ്റ്റ്യൻ വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിലായി പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേതാണെന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൊക്കെ വ്യക്തമായിട്ടുണ്ട്. നേരത്തെ ഈ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പിറകുവശത്തെ മുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത്. വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങളും കണ്ടെടുക്കുകയായിരുന്നു. എന്നാൽ ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ല. ബിന്ദു പത്മനാഭൻ, ജൈനമ്മ, ഐഷ എന്നീ 3 സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാത്ത കേസിലാണ് സെബാസ്റ്റ്യൻ സംശയനിഴലിലുള്ളത്. ഇവർ 3 പേരും കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇതിന് ബലം പകരുന്ന തെളിവുകളൊക്കെയാണ് പുറത്തു വന്നത്. കാരണം കഴിഞ്ഞ ദിവസം ജൈനമ്മയുടെ രക്തമാണ് ലഭിച്ചതെന്ന് തെളിവുകളുണ്ട്. ഇതുകൂടാതെയാണ് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി എന്ന തരത്തിലൊരു വോയിസ് ക്ലിപ്പും പുറത്തു വന്നിരിക്കുന്നത്. ഇനി ആകെ നമുക്ക് അറിയാനുള്ളത് ഈ ഐഷ എന്ന് പറയുന്ന സ്ത്രീ എവിടെയാണ്, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ കേസിൽ തന്നെ നരബലി സംശയം നിലനിൽക്കുകയാണ്. ഈ സെബാസ്റ്റ്യൻ ആഭിചാരക്രിയകളൊക്കെ നടത്തിയിരുന്നു എന്നൊക്കെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന സൂചന. 6 വർഷത്തെ ഇടവേളകളിലായി ഓരോ സ്ത്രീയും കാണാതായിട്ടുണ്ട്. 2006 ബിന്ദു പത്മനാഭൻ, 2012 സിന്ധു, 2024 ജൈനമ്മ എന്നിങ്ങനെയാണ് ഇവരെ കാണാതായിട്ടുള്ളത്. കുടുംബ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കാണാൻ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന സ്ത്രീകളാണ്. ഇവരെയൊക്കെയാണ് സെബാസ്റ്റ്യന്റെ ഇരകളാക്കി മാറ്റിയത്. ഈ ഇലന്തൂർ നരബലി അല്ലെങ്കിൽ നന്ദൻകോട് കൊലപാതകം എന്നീ കേസുകൾക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു തിരോധാന കേസുമായി സമാനതകളൊക്കെ ഏറെയാണ്. ധ്യാന കേന്ദ്രങ്ങളിൽ പോയിരുന്നയാളാണ് സെബാസ്റ്റ്യനെങ്കിലും ഇയാൾ ഒരു വിശ്വാസിയൊന്നും ആയിരുന്നില്ല. ഈ അന്വേഷണ സംഘം പറഞ്ഞതനുസരിച്ച് ഇയാൾ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീകളുമായി സൗഹൃദം ഉണ്ടാക്കുവാനായാണ് ഇത്തരത്തിലൊരു ഇടം തന്നെ തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ ശാസ്ത്രീയമായ തെളിവുകളൊക്കെ ഇതിന് ആവശ്യമാണ്. അതൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുവാനാകുള്ളൂ. ഈ ചേർത്തലയിലെ കടയിലൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കാരണം ഈ ജൈനമ്മയെ കാണാവുന്ന തലേ ദിവസം ഇവർ ഒരു ഫ്രിഡ്ജ് മേടിച്ചിരുന്നു. എന്തിനായിരിക്കാം ഈ ഒരു ഫ്രിഡ്ജ് അവർ മേടിച്ചത്? കാരണം ഇതിനകത്ത് ഈ സാത്താൻ സഭയുടെ ഭാഗമായിട്ട് രക്തവും മാംസവും എങ്ങാനും സൂക്ഷിക്കുവാനായിട്ടാണോ ഇത്തരത്തിലൊരു റെഫ്രിജറേറ്റർ ഇവർ വാങ്ങിയെന്ന സംശയം നിലനിൽക്കുകയാണ്. ഇത് ഭാര്യ വീട്ടിൽ നിന്നും ഈ ഫ്രിഡ്ജ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും മാംസവും രക്തവും സൂക്ഷിക്കാനാണോ എന്നാണ് ഒരു സംശയം ഉന്നയിക്കുന്നത്. ഈ ബിന്ദു പത്മനാഭന്റെ സ്വത്ത് കൈക്കലാക്കി മറച്ചുവിറ്റ കേസിലാണ് സെബാസ്റ്റ്യൻ നേരത്തെ അറസ്റ്റിലായത്. ഈ ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെതിരെ പരാതി ഉയർന്നുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടെയാണ് ഇത്തരത്തിൽ നിർണായകമായ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.